തന്നെ പറയാം എല്ലാവർക്കും പോപ്പുലർ മാരുതി ട്രൂവാലിന്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നോക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ഞാൻ മൊത്തത്തിൽ നിന്ന് കാണിക്കാം. ഇത് നമ്മുടെ ഡെലിവറി ഫിനിഷിംഗ് ആണ്. ഇത് 2018 മോഡല് വാഗൺ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഫിനിഷിംഗ് ഇതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും വണ്ടിക്കകത്തില്ല. പിന്നെ വണ്ടിയുടെ ചുറ്റിന്ന് കാണിക്കുന്നുണ്ട് വീഡിയോക്കകത്ത്. പിന്നെ നിങ്ങളിപ്പം ഇതിന്റെ ഇന്ത്യയിൽ ഞാനൊന്ന് കാണിക്കാം. പിന്നെ ഇതിന്റെ എഞ്ചിനും ഉൾപ്പെടെ ഡ്രസ് ചെയ്തിരിക്കുന്നത് കാണിക്കാൻ പറ്റും. ഇന്ത്യയിലാണെങ്കിലും നമ്മളുടെ ഒരു ആഫ്റ്റർ വർക്ക് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഇത്രയും നീറ്റ് ആയിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു പേയ്മെന്റ് അത് മുടക്കേണ്ട ആവശ്യം വരില്ല വണ്ടി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ എഞ്ചിൻ റൂം കൂടിയാണെന്ന് കാണിക്കാം. എഞ്ചിൻ റൂം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു ദിവസം ഫുൾ എടുത്താണ് നമ്മൾ ഇത്രയും ഫിനിഷിംഗ് ആക്കി വണ്ടി എടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കി ഇതിന്റെ അപ്പിയറൻസ് നോക്കി അറിയാൻ പറ്റും. ഒരു പുതിയ വണ്ടിയുടെ എഞ്ചിൻ റൂം എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഡസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഒരു വണ്ടി നമുക്ക് എല്ലാ രീതിയിലും വിശ്വസനീയമായി എടുക്കാവുന്ന ഒരു സ്ഥാപനം തന്നെയാണ് പോപ്പുലർ മാരുതി ട്രൂവാലി. ഇത് 2020 മോഡല് ഇസറക്സ് പ്ലസ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റാണ് ഇസറക്സ് പ്ലസ് വരുന്നത്. പിന്നെ 1.2 ഇഞ്ചിനാണ് വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ വണ്ടി ഓടിക്കുന്ന കിലോമീറ്റർ കറക്റ്റ് 49 കിലോമീറ്റർ വെച്ച് വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ തന്നെ ഈ വണ്ടിക്കകത്ത് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, തന്നെ സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്, ഡീഫോഗർ, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ മൊബൈൽ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, റിയർ വൈപ്പർ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഒരു വണ്ടിക്കകത്ത് നമുക്ക് നമ്മളെ അഡീഷണൽ ഒരു ഫിറ്റ്മെന്റും കയറ്റാതിട്ടുള്ള എല്ലാ ഫിറ്റ്മെന്റും വണ്ടിക്കകത്തുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,60,000 രൂപ വണ്ടിയുടെ പ്രൈസ് നമുക്ക് വരുന്നുള്ളൂ. ഈ വണ്ടി വെൽ മെയിൻറ്റൈൻഡ് തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അഡീഷണൽ ആക്സറീസ്, സീറ്റ് കവറും സ്റ്റിയറിംഗ് ഗ്രിപ്സും, സ്പോയിലർ, ഡോർ വൈസർ എന്നുകൊണ്ട് നമുക്ക് എല്ലാവിധ ആക്സറീസും വണ്ടിക്കകത്തുണ്ട്. അപ്പം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് വാറണ്ടി വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫ്രീ സർവീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുക, വണ്ടി ഓടിക്കാം, ആ ഒരു കണ്ടീഷനിലേക്കാണ് വണ്ടി കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടിയും ഉറപ്പായിട്ടും ചൂസ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് 1.2 എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ വണ്ടി പവർ ലാബ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാ രീതിയിലും വണ്ടി 100% ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് സൂട്ടബിൾ ആയിരിക്കും. നമ്മൾ അടുത്ത പരിചയപ്പെടാൻ നമ്മുടെ വണ്ടി 2013 മോഡൽ വാഗണർ VXi ആണ്. ഇത് സ്റ്റിംഗ്രേ എന്നുള്ള മോഡലാണ്. അതുകൊണ്ട് ഇതിന്റെ അതൊരു സ്റ്റൈലിഷ് ഗ്രില്ലും സ്റ്റൈലിഷ് ഹെഡ്ലൈറ്റും പോയിട്ട് എല്ലാം ആണ് വണ്ടിക്കകത്ത് വരുന്നത്. അതൊക്കെ വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 13 വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ആണ്. 68 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് എല്ലാം തന്നെ ഉണ്ട്. VXi ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം വാഗൺ VXi ഫീച്ചേഴ്സ്. പിന്നെ വാഗണർ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ഫാമിലി കാർ തന്നെയാണ്. ഇതിന് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,68,000 രൂപയാണ്. സ്പെയർ കീ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്തുണ്ട്. പിന്നെ വണ്ടി ഇന്ത്യയിൽ നോക്കിയാൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. പ്രൈസ് നമുക്ക് കുറച്ച് നെഗോസിയേഷൻ ചെയ്യുന്ന ഒരു പ്രൈസ് തന്നെയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. ഈ 19 മോഡൽ വണ്ടിയാണ്. ഇഗ്നീസ് ആണ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ്ഡ് വണ്ടിക്കകത്ത് ഇപ്പം ആൾക്കാർ തെരയുന്ന ഒരു വണ്ടി തന്നെയാണ് ഇഗ്നീസ് വരുന്നത്. നമ്മളുടെ വണ്ടി ഇത് ബേസ് വേരിയന്റ് വണ്ടിയാണ്. സിഗ്മ എന്നുള്ള വേരിയന്റാണ് വരുന്നത്. കിലോമീറ്റർ 49 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയൊരു ക്ലെയിം ഉണ്ടായിട്ടുണ്ട് വണ്ടിയുടെ. വണ്ടിക്ക് നമ്മൾ ചെറിയ ക്ലെയിം ആണ് ഇവിടുന്ന് പറഞ്ഞിട്ടേ വണ്ടി സെല് ചെയ്തുള്ളൂ. ഇതിന്റെ ബോണ്ട് റീപ്ലേസ്ഡ് ആണ് വണ്ടിയുടെ. പക്ഷെ നിങ്ങൾ വണ്ടി നോക്കി അറിയാം, സിഗ്മ ആണെങ്കിലും നമുക്ക് എല്ലാവിധ ഫീച്ചേഴ്സും കസ്റ്റമർ പ്രീവിയസ് ഓണർ നമുക്ക് ഇതിന് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്റ്റൈലിഷ് ലുക്ക് വരുന്ന അലോയും, ഡോർ വൈസർ, സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പിനിയൽ ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് ഗ്രിപ്സ്, ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും വണ്ടിക്കകത്ത് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ബേസ് വേരിയന്റ് ആണെങ്കിലും നമുക്ക് ഒരു പ്രീമിയം ലുക്കിലാണ് വണ്ടി എല്ലാ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് 4,50,000 രൂപ ആസ്കിംഗ് പ്രൈസ് ഉള്ളൂ. പിന്നെ നമുക്കിതിനകത്ത് പ്രൈസ് ചെറിയ നെഗോസിയേഷൻ ചെയ്യാവുന്ന വണ്ടി തന്നെയാണ്. അപ്പം നല്ലൊരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വളരെ കൂടുതലൊരു വണ്ടിയാണ് ഇഗ്നീസ് വരുന്നത്. അപ്പം ഈ വണ്ടി ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. വാറണ്ടിയും സൗകര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി തന്നെയാണ്. നമുക്ക് 100% വിശ്വസനീയമായിട്ട് എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഇഗ്നീസ് 19 മോഡല്. ഇപ്പൊ നമ്മൾ അടുത്ത പരിചയപ്പെടുന്ന വാഹനം നമുക്ക് 2016 മോഡല് AMD വാഗണർ ആണ് വരുന്നത്. ശരിക്കും ഈ മോഡൽ വണ്ടി ഒരു വാഗണിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഇതൊരു ഫാമിലി കാർ തന്നെയാണ്. വാഗണിന്റെ പണ്ട് തൊട്ട് ഇറങ്ങിയ കാലം മുതൽ തന്നെ. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്, ഈ മോഡൽ ഓട്ടോമാറ്റിക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇറങ്ങി നമ്മുടെ റോഡിൽ ഒരുപാട് കാണുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് എല്ലാം വണ്ടിക്കകത്ത് വരുന്ന വണ്ടി തന്നെയാണ്. നോക്കിയത് VXi വരെയാണ്. നമുക്ക് അഡീഷണൽ ഒന്നും തന്നെ കേട്ടില്ല, എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ വണ്ടി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വേറെ സ്റ്റാർച്ച് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ഉപയോഗിച്ച വണ്ടിയാണ്.
വണ്ടി ഓടിക്കുന്ന കിലോമീറ്റർ 60 സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ വിലയാണെങ്കിൽ നമുക്ക് 3,85,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 16 മോഡൽ വാഗണിനെ സംബന്ധിച്ച് 3,85,000 പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ റേറ്റ് തന്നെയാണ്, മാർക്കറ്റിലെ റേറ്റ് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെ ഒക്കെ നമുക്ക് ഇന്നത്തെ പ്രൈസ് നമുക്ക് ചെറിയ വേരിയേഷൻ ഒക്കെ വരുത്താൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം വണ്ടി ഒന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു വണ്ടി തന്നെയാണ്. അപ്പം 16 വണ്ടിയാണ്, നമുക്ക് വാറണ്ടിയും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ എങ്കിലും വേറെ നമ്മളെല്ലാം നമ്മുടെ എല്ലാ ചെക്ക് പോയിന്റ്സും കഴിഞ്ഞ് ചെക്ക് ചെയ്ത് ഇട്ടിരിക്കുന്ന വണ്ടിയായിട്ട് തന്നെ അതിനകത്ത് വേറെ നിലവിലുള്ള കണ്ടീഷനിൽ വേറെ ഒരു അപകടങ്ങളും വണ്ടിക്കില്ല. മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും ഇപ്പം ബാക്കി ഒരു പെയിന്റിങ്ങിന്റെ പോർഷൻ ആണെങ്കിലും എല്ലാം നീറ്റായിട്ട് കിടക്കുന്നത്. പിന്നെ തരുന്നതിന് വേണ്ടി നമുക്ക് വണ്ടി ഒന്നുകൂടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി തരാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. 2021 12 മാസം വണ്ടിയാണ്, ഓൾട്ടോ ആണ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഓൾട്ടോ 800 വരുന്നത്. ഇത് 21 മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ABS എയർബാഗ് എന്നുള്ള സേഫ്റ്റി ഫീച്ചർ ഒക്കെ വരുന്ന വണ്ടി തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് 3,35,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഈ വണ്ടി നോക്കി അറിയാം, ഓൾട്ടോണകത്ത് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്ന ഒരു കളർ തന്നെയാണ് റെഡ് കളർ വരുന്നത്. പിന്നെ കസ്റ്റമർ ആണെങ്കിലും അഡീഷണൽ എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഡോർ വൈസർ, ഡോർ ബീഡിങ്, സീറ്റ് കവർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും ചെയ്യേണ്ട. പിന്നെ നിങ്ങൾ പോളിഷൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു ലെവലിൽ നിന്ന് വേറെ തന്നെയാവും. ഭയങ്കര ഒരു ക്യൂട്ട് കളർ തന്നെയാണ്. പിന്നെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 2022 മോഡൽ ഓൾട്ടോയിനോടാണ്. ശരിക്കും പറഞ്ഞാൽ കിലോമീറ്റർ കുറച്ചൊരു 60 കിലോമീറ്റർ ഓടിയുന്നൊരു ഇത് മാത്രമേ ഉള്ളൂ വണ്ടിക്കകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നോർമലുള്ള പ്രൈസിനേക്കാൾ കുറച്ച് പ്രൈസ് കുറവാണ്. നമുക്കൊരു 3,45 റേഞ്ചിലേക്ക് നമുക്ക് 22 മോഡൽ വാഹനം നിങ്ങൾക്ക് തരാൻ പറ്റും. വാറണ്ടി സൗകര്യങ്ങളെല്ലാം വരുന്ന വണ്ടി തന്നെയാണ് ഇത്. പിന്നെ കുറച്ച് സ്റ്റൈലിഷ് ആണ്, കുറച്ച് വൈറ്റ് കളറാണ്, കുറച്ചുകൂടെ ഒരു ഫൈൻ ഫിനിഷിംഗ് വണ്ടിക്കകത്ത് വരുന്നുണ്ട്. എക്സ്ട്രാ സ്പോയിലർ മറ്റു കളറെല്ലാം കസ്റ്റമൈസ് ചെയ്ത്, പിന്നെ മിററാണ് കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് ഡ്യുവൽ എയർ ബാഗ് വരുന്ന ഒരു വാഹനം തന്നെയാണ് വരുന്നത്. VXi ആണ് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. LXi അല്ല, VXi ആണ് വണ്ടി വരുന്നത്. ഓൾട്ടോ കേട്ടാണ് വാഹനം വരുന്നത്. നെക്സ്റ്റ് വണ്ടി നമ്മളുടെ 2018 മോഡൽ ഓൾട്ടോ കേട്ടൻ, ന്യൂ മോഡൽ ഓൾട്ടോ കേട്ടനാണ്. നമ്മുടെ സ്പേസിന്റെയും മലീന്റെയും കാര്യത്തിൽ തന്നെ ഓൾട്ടോയ്ക്ക് ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. ഓൾട്ടോക്കെല്ലാം സ്പേസ് കൊണ്ടുവന്ന മലീന്റെ കാര്യത്തിൽ ഓൾട്ടോയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണ് ഓൾട്ടോ കേട്ടൻ വരുന്നത്. ഒരു ചെറിയ ഫാമിലിയെ സംബന്ധിച്ച് ഓൾട്ടോ കേട്ടൻ നല്ലൊരു വാഹനമാണ്. കാരണം 1000cc വണ്ടിയാണ്. അങ്ങനെ ഒരു പവർ കുറവോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ലാഗൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വാഹനം തന്നെയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 18 വണ്ടി, ഓണർഷിപ്പ് സിംഗിൾ ആണ്, കിലോമീറ്റർ 60 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ വേരിയന്റ് വരുന്നത് VXi ആണ്. AC, പവർ സ്റ്റിയറിംഗും, 2 പവർ വിൻഡോയും മറ്റു കാര്യങ്ങളെല്ലാം ഇൻബിൽട്ട് സ്റ്റീരിയോ എല്ലാം തന്നെ വരുന്ന ഒരു വാഹനമാണ്. സെൻട്രൽ ലോക്ക് കീ തന്നെ വരുന്നത്, ഇൻബിൽട്ട് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,15,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ചെറിയ നെഗോസിയേഷൻ വരുന്നതാണ്. പിന്നെ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ വന്ന് വണ്ടി കണ്ടിയോ നമുക്ക് പ്രൈസിന് അധികം നമുക്ക് നല്ല ഡിസ്കഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബെലേനോ ആണ് നമ്മൾ അടുത്ത് പരിചയപ്പെടുത്താൻ പോണ വാഹനം. ബെലേനോ ഡെൽറ്റ വേരിയന്റ് ആണ്. 2021 മോഡൽ വണ്ടിയാണ്. 32,000 കിലോമീറ്റർ വണ്ടി വാഹനം ഓടിയിട്ടുള്ളൂ. പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. മാരുതിയുടെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും നമുക്ക് ലഭിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, നെക്സ ബ്ലൂ ആണ് കളർ വരുന്നത്. ഏറ്റവും കൂടുതൽ റോട്ടിൽ കാണുന്ന കളർ നെക്സ ബ്ലൂ തന്നെയാണ്. നമ്മളൊന്ന് വാഷ് ചെയ്താൽ പോലും അതുപോലെ ഒരു ഫൈൻ ഫിനിഷിംഗ് ഇടുന്ന വണ്ടി തന്നെയാണ്. പിന്നെ ഇതിപ്പോ നമ്മൾ നല്ല വാഷ് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ഒരു വണ്ടി ഇത്രയും ഫിനിഷിംഗ് ആണ് നിൽക്കുന്നത്. പോളിഷുകൾ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടിയിലെ ഒരു നല്ലൊരു അപ്പിയറൻസ് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഇന്ത്യയിൽ നോക്കിയാൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ, മറ്റങ്ങനെ ആക്സറീസ് എല്ലാം തന്നെ വണ്ടിക്കകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങൾ നോക്കി അറിയാം, റോഡിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്ന ഒരു വാഹനം ബെലേനോ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ആണ്, നമുക്ക് പ്രൈസും കുറവാണ്, എന്നാൽ നല്ല സ്പേസ് കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് ബെലേനോ വരുന്നത്. ഡിക്കി സ്പേസ് ഒക്കെ ആണെന്നും വളരെ നല്ലതായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. നമുക്ക് നല്ല സ്പേസ് തന്നെ ഡിക്കി സ്പേസ് വണ്ടിക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രൈസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. പ്രൈസ് ശരിക്കും പറഞ്ഞാൽ 6,15,000 രൂപയാണ് കമ്പനിയുടെ ആസ്കിംഗ് പ്രൈസ്. ചെറിയ ഡിസ്കൗണ്ട് നമുക്ക് എടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പം നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോയേക്കല്ലോ. ഇപ്പൊ നമ്മൾ അടുത്ത പരിചയപ്പെടുന്ന വാഹനം ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഹ്യുണ്ടായുടെ ന്യൂ മോഡൽ i20 ആണ്. ന്യൂ മോഡൽ i20യെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും i20ക്ക് പൊതുവെ മൈലേജ് ഇല്ലാന്നൊരു പരാതി എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ന്യൂ മോഡൽ i20 ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ അത്യാവശ്യം നല്ലൊരു 18 എബോവ് മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് 22 മോഡൽ വണ്ടിയാണ് വരുന്നത്. സ്പോർട്സ് വേരിയന്റാണ് വാഹനം വരുന്നത്. പിന്നെ വണ്ടിയുടെ കളറും റെഡ് കളറാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കളർ റെഡ് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇത് നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട് വണ്ടിക്ക്, അത് സ്പോർട്സ് വേരിയന്റ് ആയതുകൊണ്ട്. പിന്നെ വണ്ടിയുടെ കിലോമീറ്റർ ആൾക്കൂടെ 30,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,95,000 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. അപ്പം പ്രൈസിനെ നമുക്ക് ചെറിയ നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. പിന്നെ വണ്ടി നമ്മുടെ സ്റ്റോക്ക് കണ്ടീഷൻ കിടക്കും. നമ്മൾ വാഹനത്തിന്റെ വർക്കോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തരുന്ന ടൈമിലേക്ക് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി ഫിനിഷ് ആക്കി നല്ല രീതിയിൽ നല്ലൊരു ലുക്കോട് വണ്ടി നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ.
ഇവിടുന്ന് ശരിക്കും ഒരാൾക്ക് വണ്ടി എടുക്കുന്ന ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 100% വിശ്വസനീയമായി എടുക്കാവുന്ന കാര്യമാണ്. കാര്യം നമുക്കൊരു വണ്ടിക്കകത്ത് ഫ്ലഡ് അഫക്റ്റഡ് വെഹിക്കിളോ അല്ലെങ്കിൽ ആക്സിഡന്റ് വെഹിക്കിളോ അല്ലെങ്കിൽ ഓണർഷിപ്പിനകത്ത് പ്രോബ്ലംസ് ഉള്ള വണ്ടികളൊന്നും തന്നെ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ഒരു ലീഗൽ ഇഷ്യൂസും ഇതിനകത്ത് എടുക്കുന്ന ഒരു വണ്ടിക്ക് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും